നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ ചിരഞ്ജീവിയുടെ അച്ഛനാണ്. ഏ ചിരഞ്ജീവിയെ എന്റെ മോൻ ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പൊ അവന്റെ അച്ഛനാണ്, പേര് സത്യശീലൻ. ഇരിക്കൂ. എന്തായി? ഞാൻ വന്നതിപ്പോ വേറൊരു കാര്യം പറയാനാ. പിന്നെ അവനിപ്പോ ഈ TC ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപേക്ഷയായിട്ട് ഇപ്പൊ ഇവിടെ വരും. അതിനെന്താ, വരുമ്പോ തന്നെ കൊടുക്കാലോ. അയ്യോ, അത് കൊടുക്കണ്ട, അത് കൊടുക്കണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ. എന്തായി പറയണേ? അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? സത്യത്തിൽ അത് ഇവൻ LP സ്കൂൾ വരെ പഠിച്ചിട്ട് 5ാം ക്ലാസ് മുതൽ ഇവിടെ അവനെ കൊണ്ടുവന്ന് ചേർത്തിയത് ഞാനാണ്. അല്ല, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ക്ലർക്ക് സുഗതം വന്നിട്ടില്ല, വരുമ്പോ അഡ്മിഷൻ രജിസ്റ്റർ ഒന്ന് നോക്കട്ടെ. പക്ഷെ ഈ TCയില് മേഡല്ലേ ഒപ്പിടുക? അതെ. അത് ഒപ്പിട്ട് കൊടുക്കരുത്, അത് പറയാനാ വന്നത്. നിങ്ങൾ എന്തായി പറയണേ? അവനിപ്പോ പോളിടെക്നിക്കില് കിട്ടിയിട്ടുണ്ടേ. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? അതിപ്പോ പഠിക്കാനൊക്കെ അവൻ ഭയങ്കര മിടുക്കനാണ്, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. പഠിച്ചു കഴിഞ്ഞാൽ അവന് ജോലിയും കിട്ടും. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണത്. വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് രണ്ടാളും ഒന്നാവും, ഞാൻ പുറത്താവും. അങ്ങനെയാണ്. അത് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാഡം. അത് വേണ്ട, അത് കൊടുക്കണ്ട. അതാണ്. ഇനിയിപ്പോ അവന പിന്നെ TCക്കുള്ള അപേക്ഷ കൊണ്ടുവരുമല്ലോ, ആ അപേക്ഷയിൽ ഒപ്പിട്ടിരിക്കണത് ഞാനല്ല, അത് വേറൊരാളാണ്. അതാരാ? അതാ അവന്റെ അമ്മ. കുട്ടിയുടെ അമ്മയല്ലേ? നിങ്ങൾ എന്താ ഈ പറയണേ? അമ്മയല്ലേ എന്ന് പറയേണ്ടെന്ന കാര്യം, അത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഉടക്കുണ്ട്. അതൊന്നും ഇപ്പൊ മേഡത്ത് വേണ്ട. അതൊക്കെ ഞാൻ വേറൊരു പ്രാവശ്യം വരുമ്പോ അപ്പൊ പറയാം. അതൊന്നും ഇപ്പൊ പറയണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ഈ TCയിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് ആരാ? മേഡല്ലേ? അതെ. ആ TCയിൽ മേഡം ഒപ്പിട്ട് കൊടുക്കരുത്. എങ്ങാനും ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നാളെ അത് വിഷയമാക്കും. അത് മേഡത്തിന് ബുദ്ധിമുട്ടാവും, സ്കൂളിന് ബുദ്ധിമുട്ടാവും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നീക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചെയ്യും. അതിനെ കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കരുത്. അപ്പോ ഞാൻ ഒന്നുകൂടി പറയാണ്, അതില് ഒപ്പിടരുത്. ഞാൻ പോട്ടെ. എന്ത് മനുഷ്യനാ ഇത്? സുമേഷ് ഏട്ടാ, എന്തോ? ചിരഞ്ജീവി ഇവിടെ പഠിച്ചതാ? ചിരഞ്ജീവിയാ? അല്ല, അങ്ങനല്ല. താൻ പറയണ കേൾക്കോ. താൻ ഒരു ആഞ്ഞിലി 10,65,000 രൂപയ്ക്ക് കച്ചവടം ചെയ്യുക, എന്നിട്ട് അതിന്റെ പേര് മുഴുവൻ കിടക്കണത് അപ്പുറത്തെ പറമ്പിലാണ്. അയാൾ പോയിട്ട് വല്ല കേസ് കൊടുത്ത വലിയ പ്രശ്നവും. ഇനിയിപ്പോ അത് വല്ല കാറ്റത്ത് മറിഞ്ഞു വിടാലോ. അങ്ങനെ ചെയ്യൂ. ശരി. കിട്ടണത് മുഴുവൻ വിഴുങ്ങണം എന്ന് വിചാരിച്ചാ പിന്നെ അങ്ങനെ. എന്താ ശ്യാമളെ? സത്യേട്ടൻ പിണങ്ങിപ്പോയി. ഇനി പോയോ? ഇതിപ്പോ കഴിഞ്ഞ വർഷവും ഏകദേശം ഈ സമയത്ത് തന്നെയല്ലേ പോയത്? എന്താ കാര്യം? കൂട്ടാൻ നന്നായില്ലേ? എന്റെ മെമ്പറെ, അതൊന്നും അല്ല കാര്യം. ഇതിനിപ്പോ പഞ്ചായത്തും മെമ്പറും ഒന്നും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അയാള് 4 ദിവസം കഴിയുമ്പോ വരണോ, താൻ പോയിക്കോ. ഇതങ്ങനെയല്ല മെമ്പറെ. എപ്പൊ പിണങ്ങി പോയാലും 3-4 ദിവസം കഴിയുമ്പോ സത്യേട്ടൻ നമ്മുടെ വീടിന്റെ കിഴക്കേ വശത്തു കൂടി സൈക്കിളിൽ ബെല്ലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. 2-3 പ്രാവശ്യം പോയി കഴിയുമ്പോ ഞാൻ കൈ കാണിച്ച് വിളിക്കും. അപ്പൊ പുള്ളി ഇങ്ങ് പോരും, അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും. പക്ഷെ ഇപ്രാവശ്യം വന്നില്ല. ഇനിയിപ്പോ ആ സൈക്കിൾ എങ്ങാനും പഞ്ചറായിട്ട് എവിടെയെങ്കിലും അരഞ്ഞിരിഞ്ഞ് നടക്കണ്ടാണോ? ഇപ്രാവശ്യം വേറൊരു കാര്യമുണ്ടോ മെമ്പറെ? എന്താ? അവൻ പറ. എന്റെ മെമ്പറിന് അറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണം. തൊഴിലുറപ്പിന് പോയ പൈസയും കുടുംബശ്രീന്ന് ലോൺ എടുത്ത പൈസയും കൂട്ടി വെച്ചിട്ട് ഞാൻ എന്റെ ഈ മാല പണയം വെച്ചത് എടുത്തു. അതെന്താ അയാൾക്ക് നല്ല കാര്യല്ലടോ? നല്ല കാര്യല്ലേ? എന്നിട്ടോ പണയം വെക്കാൻ ചോദിച്ചോ? പണയം വെക്കാൻ ചോദിച്ചു. പിന്നെന്തേ? പുള്ളിക്ക് ഈ മാല കഴുത്തേലിട്ടോണ്ട് നടക്കണോന്ന് ഞാൻ കൊടുക്കുവോ? ഒരു 5 മിനിറ്റ് ഇടാൻ കൊടുക്കായിരുന്നു. അതെ, ഈയായിരുന്നു. കണ്ണിക്കണ്ട കിണർ കുഴിക്കാനും കായലിലെ പണിക്കൊക്കെ പോണ മനുഷ്യനാ. ഇതെങ്ങാനും ഊരി വെള്ളത്തിൽ പോയാ ഞാൻ ആരോട് ചോദിക്കും? ഞാൻ എന്തെന്നാ പീവ കാര്യങ്ങൾക്കൊക്കെ പറയാ. എങ്ങനെ ഇപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? മാലയൊന്നുമല്ല മെമ്പറി പ്രശ്നം, എന്റെ TC ആണ്. അതും കൊണ്ടോയാ? കൊണ്ടോയല്ല, അച്ഛൻ എനിക്ക് അകപ്പിട്ട് തന്നൂല്ല, അമ്മനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ സമ്മതിക്കണില്ല. അത് ശരി, അത് തിരക്കില്ലല്ലോ. അതെന്ത് സ്വഭാവം അയാൾ കാണിക്കണത്? ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെ പോയി ഭീഷണിപ്പെടുത്തിയേക്കണു. കൊടുക്കരുതെന്ന് പറഞ്ഞോ? എന്തെന്നാ ഇയാള് കാണിക്കണേ? ഒരു മാലയുടെ പേരിലാണ് ഈ പ്രശ്നം. അത് കുഴപ്പമില്ല, അത് ഞാൻ സംസാരിച്ചോളാം. നമുക്ക് ഒരുമിച്ച് പോയി കാണാം സ്കൂളില്. ഒരുമിച്ച് കാണാം കേട്ടോ. എന്താ സ്വന്തം ഭർത്താവ് മാലൊന്ന് കഴുത്തിലിടാൻ ചോദിച്ചിട്ട് കൊടുക്കാത്ത ഭാര്യ.
മകന്റെ TC കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് തന്തേ. ബെസ്റ്റ് ഫാമിലി. മെമ്പർ എന്ത് പറഞ്ഞാലും രക്ഷകർത്താവ് പരാതിപ്പെട്ട എനിക്ക് TC തരാൻ പറ്റില്ല. അതെ, ടീച്ചർ ഇത് അത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു കുട്ടിയുടെ ടീച്ചറുടെ കാര്യമല്ലേ ഉള്ളൂ, അല്ലാതെ അത്ര വലിയ ആനത്തല പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇതിപ്പോ സത്യശീലൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അച്ഛൻ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ ഉണ്ടാക്കിയാൽ അതിന് എന്തെങ്കിലും ഒരു നടപടി ഞാൻ എടുത്താൽ പോരെ. അയാൾ ഒന്നാമത്തെ ഈ TC വാങ്ങിയതിന്റെ പേരിൽ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോണില്ല. ഈ രക്ഷകർത്താവ് പരാതി കൊടുത്ത അന്വേഷണം നേരിടേണ്ടത് ഞാനാണ്. അതിന്റെ സർവീസിനെ ബാധിക്കും. ടീച്ചർ ഒരു പെണ്ണല്ലേ, എന്റെ മോന്റെ ജീവിതം തകർക്കരുത്. അല്ല, നമ്മള് TCയുടെ കാര്യത്തിനല്ല, വേറെ പ്രശ്നം ഉണ്ടാക്കില്ല. സുഗത, എന്താ മേഡം? ഒന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ അന്ന് പറഞ്ഞില്ലേ TCയുടെ കാര്യം. ചിരഞ്ജീവിയുടെ അല്ലേ? എന്റെ മെമ്പറെ, ഈ ചിരഞ്ജീവി എന്ന് പറയുന്ന കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തത് ആ കുട്ടിയുടെ രക്ഷകർത്താവായിട്ടുള്ള സത്യശീലനാണ്. ആ സത്യശീലൻ വന്ന് ഒപ്പിട്ടാലാണ് നമുക്ക് TC കൊടുക്കാൻ പറ്റൂ. ആ സത്യശീലൻ തന്നെ അത് കൊടുക്കരുത് എന്ന് പരാതിപ്പെട്ട പിന്നെ മേഡം എന്താ ചെയ്യാ? നിങ്ങൾ പറയുന്നത് നിയമമല്ലേ? നിയമപ്രകാരമാണോ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ഇത് തരാൻ വല്ല വിരോധമുണ്ടോ? വിരോധം ഉണ്ടായിട്ടല്ല, അയാൾ നേരിട്ട് വന്ന് പരാതിപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരു മനസ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്, അത് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. അല്ല, പിന്നെ ഇപ്പൊ ഈ സത്യശീലൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് അപ്പൊ നമുക്ക് നേരിടാന്ന്. അല്ല, ഇത്തരം ഒരു അവസ്ഥയിലേ ഇപ്പൊ നിങ്ങൾക്ക് TC കിട്ടണമെങ്കിൽ DOനെ കണ്ടാൽ മതി. അയാൾക്കൊരു പരാതി കൊടുത്താൽ കാര്യം നടക്കും. അത് മതി. അപ്പോ സത്യേട്ടനും പരാതി കൊടുത്താലോ? കൊടുക്കട്ടെ, കൊടുക്കും. എന്നാലും അത് അവിടുന്ന് പരിഹരിച്ചിട്ട് നമുക്ക് TC കിട്ടും. അതെ, DO സാറിനെ പോയി കണ്ടാ മതി. ഇവിടുന്ന് നടക്കില്ല, ഞാൻ പറഞ്ഞില്ല. അതാണ്. സുഗത, പരാതി വേണമെങ്കിൽ എഴുതി ആ, കൊടുക്കും. പരാതി ഞാൻ എഴുതി തരാം. മെമ്പർ ഒന്ന് പുറത്തുനിന്നാ മതി, ഞാൻ ഇപ്പൊ എഴുതി ശരിയാക്കി തരാം. വലിയ നൂലാമാലയല്ലോ ഇത്. മാലയല്ല, അതല്ല, പോവാ. ഒന്ന് അതല്ലാത്ത രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കൂട്ടോ, പറ്റുമെങ്കിൽ. എന്റെ മെമ്പർ, ഇതൊരു പ്രശ്നമല്ല. DOനെ കണ്ടാൽ നടക്കാവുന്ന കാര്യം. ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ എഴുതി തരാം. ആയിക്കോട്ടെ. ഒരു തലവേദന. ആ പയ്യൻ TCക്ക് വന്ന സമയത്ത് തന്നെ അതാണ്ട് കൊടുത്തു വിട്ടിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവോ? അതെങ്ങനെ സുഗത? എൻക്വയറി ഒക്കെ വന്ന ഞാൻ കുടുങ്ങില്ലേ? എങ്ങനെ കൊടുക്കണേ? ഈ സത്യശീലൻ വന്ന് പരാതിപ്പെട്ടത് രേഖാമൂലാണോ? അതല്ല. പരാതി പറഞ്ഞത് ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇല്ല. പിന്നെന്താ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ DO തീരുമാനിക്കട്ടെ. ഉചിതമായ തീരുമാനം DO എടുക്കും. സാർ, ഓ സാർ, അത് സാർ സാർ ശരി സാർ. എല്ലാ സാറന്മാരുടെ വായിരിക്കണ തെറിയും ഞാൻ തന്നെ കേൾക്കണം. എന്തോരം രാജ്യങ്ങളുണ്ട്, വേറെ എവിടെയെങ്കിലും ജോലി നോക്കിയാൽ മതിയായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഒന്ന് ജനിച്ചല്ലോ. പിന്നെ ഈശ്വര. ഉണ്ണി സാർ വന്നേ. അതെ, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് ഉണ്ട്. ഇവിടെ ഹിയറിങ്ങിന് ആരെങ്കിലും ഉണ്ടോ? സാർ, ഹിയറിംഗിന് 2 പേര് പുറത്തുണ്ട്. അവരെ വിളിക്കും. ശരി സാർ. നമസ്കാരം. ഇതിൽ ആരാ സത്യശീലൻ? സത്യശീലൻ എന്ന പേരുള്ള ആളാരാ? സത്യശീലൻ ഞാനാണ് സാർ. അപ്പൊ ശ്യാമള? അത് ഞാനാണ്. എന്താ കുട്ടിയുടെ പേര്? ചിരഞ്ജീവി. നിങ്ങളുടെ? ചിരഞ്ജീവി. TC കൊടുക്കരുത് എന്ന് പരാതി കൊടുത്തയാളാരാണ്? സത്യശീലനാണ്. അതാരാ? ഞാനാണ്. ഇനി TC വേണമെന്ന് അപേക്ഷ കൊടുത്തയാള്? ഞാനാണ് സാറേ. അപ്പോ TCയുടെ പേരിലുള്ള അവകാശ തർക്കം. കുട്ടിക്ക് എവിടെയാ അഡ്മിഷൻ കിട്ടിയത്? പോളിടെക്നിക്കലില്. എവിടെ? പോളിടെക്നിക്കിലാണ് സാർ. അതെ, അത് എവിടെ? ആലപ്പുഴ. ആലപ്പുഴ. ഏതാ ട്രേഡ്? അതൊന്നുമില്ല. എന്താ അതൊന്നുമില്ല? അറിയില്ലൊക്കെ പറയരുത്. മെക്കാനിക്കലാണ് സാർ. ഈ കുട്ടിയെ TC കൊടുക്കരുത് നിങ്ങൾ നിർബന്ധം പിടിക്കാൻ കാരണം? സാറേ, ഞാനാണ് അവനെ ചെറുപ്പം മുതൽ ഇതുവരെ വളർത്തി വലുതാക്കിയത്. അവനെ സ്കൂളിൽ ചേർത്തത് ഞാൻ. 4ാം ക്ലാസ്സിൽ അവൻ പാസ്സായി കഴിഞ്ഞപ്പോൾ 5ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർത്തത് ഞാൻ. അവൻ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ വാങ്ങി പാസ്സായി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ 3 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത് ഞാൻ. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് അടുത്ത വീട്ടിലുള്ള ആള് ഡ്രസ്സ് വാങ്ങി കൊടുക്കണമെന്നാണോ പറയുന്നത്? അല്ല, ഞാൻ തന്നെ വാങ്ങി കൊടുക്കണം. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവനെ സംരക്ഷിക്കുന്നത് ഞാൻ. ഈ സംരക്ഷണം
അല്ല ഈ സംരക്ഷണമൊക്കെ ഒരാഴ്ച ഉണ്ടാവുള്ളൂ സാറേ. കുട്ടിക്ക് TC കൊടുക്കരുതെന്ന് പിതാവും വേണമെന്ന് മാതാവും തമ്മിൽ തർക്കമായാൽ അതിനെതിരെ സർക്കാർ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതറിയാവോ? ഓ, എനിക്കറിയില്ല. എനിക്കറിയില്ല സാർ. അറിയില്ല. കുട്ടി ആരുടെ സംരക്ഷണയിലാണോ ആ ആൾ ഒപ്പിട്ടാൽ TC കൊടുക്കാം. കുട്ടി ഇത്രയും നാളും എന്റെ സംരക്ഷണയിലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ സംരക്ഷണത്തിലാണ്. ഇതൊക്കെ ഒരാഴ്ചക്കുള്ള സംരക്ഷണമേ ഉള്ളൂ സാറേ. ഈ ഒരാഴ്ചത്തെ സംരക്ഷണത്തിന് നിയമസാധുതയില്ല. അതാണ്. പിന്നെ നിങ്ങളുടെ ഈ വഴക്ക് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ഞാൻ കൊടുത്തിട്ടില്ല സാറേ. ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ സാമുദായിക സംഘടനയിൽ രേഖാമൂലം കത്ത് വല്ലതും കൊടുത്തോ? എന്തിന്? അല്ല, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നത്തിന്റെ പേരിലാ വഴക്ക്? സാറേ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാലയത്, പണിക്ക് പോയി ഉണ്ടാക്കിയത്, അത് ഇടാൻ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല, ഇനി കൊടുക്കയില്ല. അതാണ് നിങ്ങളുടെ വഴക്കിന്റെ കാരണം. എന്നിട്ട് പിണങ്ങി പോയേക്ക്. ഓ, അങ്ങനെ പിണങ്ങി പോയതാ അല്ലേ? ഒരാഴ്ചയായി. ഇങ്ങനെ തർക്കം നിൽക്കുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കാനായിട്ട് സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. 37/260/G1 2015/G1 EDN. ഇത് പ്രകാരം നിങ്ങളുടെ കേസ് കോടതിയിൽ ഫയൽ ചെയ്യണം. കോടതി വിധി പ്രകാരം കുട്ടി ആരോടൊപ്പമാണോ നിൽക്കുന്നത് അവർക്കാണ് TCക്കും ബാക്കിയുള്ള എല്ലാ അവകാശങ്ങൾക്കും സാധ്യതയുള്ളത്. കോടതി വേണ്ട സാറേ. കോടതിയിലേക്ക് പോവാതെ എങ്ങനെ കേസ് പിരിയുന്നത്? നിങ്ങൾക്ക് രണ്ടാവണ്ടേ? അയ്യോ, അത് വേണ്ട സാറേ. പിരിയണമെന്നൊന്നുമില്ല. പിരിയണ്ട? വേണ്ട. നിങ്ങൾക്ക് പിരിയണ്ട? നിങ്ങൾക്ക് പരാതിയൊന്നുമില്ല? പിരിയണ്ട. പിരിയണ്ട. വെറുതെ പിണങ്ങി ഇങ്ങനെ ഇരുന്നാ മതി അല്ലേ? നിങ്ങളുടെ കുട്ടിക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അഡ്മിഷൻ കിട്ടിയത്? അതെ സാറേ. അവൻ എല്ലാ വിഷയത്തിലും A+ ആണ്. അവൻ നന്നായിട്ട് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ അവന് ജോലി കിട്ടും ഉറപ്പ്. അടിച്ചതിന്റെയൊക്കെ കർണം പൊട്ടിക്കാണ് വേണ്ടത്. നിസ്സാര ഒരു മാലയുടെ പേരിൽ ആ കുട്ടിയുടെ ജീവിതമായിട്ട് നീയൊക്കെ പന്ത് കളിക്കുക. നിങ്ങൾക്കറിയാവോ, ഓരോ രക്ഷകർത്താക്കൾ ലക്ഷങ്ങൾ ചെലവാക്കി സ്കൂളിന്റെയും കോളേജിന്റെയും വാതിക്കൽ കാവൽ നിൽക്കുകയാണ് മക്കളെ അഡ്മിഷന് വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഒരു മാലയുടെ പേര് പറഞ്ഞല്ലോ. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളെ കുട്ടികൾ കേൾക്കാൻ വേണ്ടിയാണ് സർക്കാർ എനിക്ക് ശമ്പളം തന്നു ഇവിടെ ഇരുത്തിക്കണെന്ന്? എനിക്ക് 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. നിങ്ങളുടെ കേസ് കോടതി തന്നെ അയ്യോ വേണ്ട സാറേ. വേണ്ട. എനിക്ക് പരാതിയില്ല സാറേ. ഞാൻ എൻ്റെ പരാതി പിൻവലിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് വരുന്നത്. അല്ല, ആ കുട്ടി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതെന്ന് മാമൻ വേണ്ട. നിങ്ങൾ ഒരുമിക്കണം. അയ്യോ വേണ്ട സാറേ. വേണ്ട. എഴുതണ്ട. ഞങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾക്ക് പരാതിയില്ല, പക്ഷെ ആ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് ഞങ്ങളിനി വഴക്കിടൂല സാറേ. അതങ്ങനെ വെറും വാക്കാ പറഞ്ഞാ പോരാ. എന്നാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത് വേണ്ട. ഒരു കാര്യം ചെയ്യ്, സത്യം ചെയ്യ്. കൈവയ്ക്ക് ഇങ്ങോട്ട് പോയി. ഇനി മേലാൽ ഞങ്ങൾ രണ്ടാളും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കിട്ട് കുട്ടിയുടെ പഠിത്തത്തിനോ മറ്റു കാര്യങ്ങൾക്കോ തടസ്സം നിൽക്കില്ല. ഇത് സത്യം. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.